രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടിട്ടുള്ളത് സ്ഥിരമായി വെള്ള വസ്ത്രം ധരിച്ചു വരുന്നതാണ്. എന്നാൽ ആ വെള്ള വസ്ത്രമെല്ലാം മാറ്റി മഞ്ഞ ഷർട്ടണിഞ്ഞ് പൂനെയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ രാഹുൽ ഗാന്ധി എത്തിയത് വേഷത്തിൽ മാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ശൈലിയിൽ കൂടിയാണ് വലിയ മാറ്റം വന്നിരിക്കുന്നത് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മോദിയെ മാത്രമല്ല, RSSൻ്റെ അടിത്തറയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചിരിക്കുന്നത്. സമരങ്ങൾക്ക് ശേഷം BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സ്വാധീനത്തെ രാഹുൽ ഗാന്ധി എത്രമാത്രം ബുദ്ധിപൂർവ്വമാണ് ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതായത് CJP സമരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ശേഷം കൃത്യമായി രാഹുൽ ഗാന്ധി ബുദ്ധിപൂർവ്വമാണ് ഓരോ കരിക്കുളം നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കൾച്ചറൽ ജന്തർ മന്ദർ ആൺകുട്ടികളും പെൺകുട്ടികളും അസഭ്യം പറഞ്ഞുവെന്നും, എന്നാൽ പെൺകുട്ടികൾ തെറി വിളിച്ചത് ഞങ്ങൾക്ക് കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കിയെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആണുങ്ങൾക്ക് തെറി വിളിക്കാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്, യാതൊരു കുഴപ്പമില്ല. എന്നാൽ ഒരു പെൺകുട്ടി അത് ചെയ്താൽ സംസ്കാരത്തിന് ചേരാത്തതാകുന്നു. ഇന്ത്യയിലാണ് ബലാത്സംഗം നടക്കുന്നത്, ഭാരതത്തിലല്ല എന്ന് മോഹൻ ഭഗവത് പറയുന്നു. ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള ശതമാനം ബലാത്സംഗങ്ങളും നടക്കുന്നത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടാണെന്ന് BJP നേതാവ് മനോഹർലാൽ ഖട്ടർ പറയുന്നു. ഈ മനോഭാവത്തോടെയാണ് തൻ്റെ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി അതിശക്തമായി തുറന്നടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത്. പൂനെയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടിയുടെ ചതുർമുഖ ഗൂഞ്ച് എന്ന പരിപാടിയിലാണ് രാഹുൽ BJPയുടെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ 2 പരിപാടികളിലായി RSS ആശയങ്ങൾ ഒളിച്ചു കടത്തുന്ന അടിമത്ത മനോഭാവത്തെ തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അതിലൂടെ കോൺഗ്രസിനെ തന്നെ തിരുത്തുകയാണ് രാഹുൽ ഗാന്ധി എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. 3 പോയിന്റുകളിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങളെയും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നവീകരണ ശ്രമങ്ങളെയും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. രാഹുൽ ഗാന്ധി തൻ്റെ പ്രചരണ പരിപാടിയിൽ വരുത്തിയിരിക്കുന്ന ഗുണകരമായ മാറ്റങ്ങളെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യം പൂനെയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് എന്തെന്നാണ് പരിശോധിക്കേണ്ടത്. ആണുങ്ങൾ തെറി വിളിച്ചാൽ അത് സ്വാഭാവികം, പെണ്ണുങ്ങൾ തെറി വിളിച്ചാൽ അത് സംസ്കാരത്തിന് നിരക്കാത്തതും മോശവുമാകുന്നു. ഇതെല്ലാം വരുന്നത് RSSൻ്റെ പ്രത്യശാസ്ത്രം ഗ്രന്ഥമെന്ന് പറയുന്ന മനുസ്മൃതിയിൽ നിന്നാണെന്ന് രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ്. ഇവിടെ നമുക്ക് ആദ്യം രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. The Manusmriti, which says clearly, in childhood, a female must be subject to her father. Meaning, the Manusmriti says, in childhood, a female belongs to her father. In youth, she belongs to her husband. When her lord is dead, she belongs to her sons. A woman must never be independent. This is a direct quote from the Manusmriti. And these words, സ്ത്രീക്കൊരിക്കലും സ്വാതന്ത്ര്യം നൽകരുത്. ബാല്യത്തിൽ പിതാവിനും യൗവനത്തിൽ ഭർത്താവിനും വാർദ്ധക്യത്തിൽ മക്കൾക്കും വിധേയായിരിക്കണം എന്ന് മനുസ്മൃതിയിൽ പറയുന്നുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പെൺകുട്ടികൾ കൂട്ടിലടയ്ക്കപ്പെടണം, പൂർണ്ണ നിയന്ത്രണത്തിൽ കഴിയണം, ജോലി ചെയ്യരുത്. എന്നാൽ ആൺകുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ജോലി ചെയ്യട്ടെ, തെറി വിളിക്കട്ടെ എന്ന ചിന്താഗതിയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇന്ത്യ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നീതിയാണ് വേണ്ടത്. എല്ലാവർക്കും ബഹുമാനം ലഭിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബഹുമാനം ലഭിക്കണം. നിങ്ങളുടെ മനസ്സിലെ ഭയം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടണം. ഈ രാജ്യത്തിൻ്റെ അടിത്തറയും ഭാവിയും ശക്തിയും സ്ത്രീകളാണ്. പുരുഷാധിപത്യം നിങ്ങളെ അടിച്ചമർത്തുന്നു, ഭയപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ഒരു പുരുഷാധിപത്യത്തെ തകർക്കണം. എൻ്റെ സന്ദേശം ലളിതമാണ്: ശബ്ദമുയർത്തുക, അഭിമാനത്തോടെ നിൽക്കുക, സമൂഹത്തിന് നിങ്ങളുടെ ഇടത്തിനായി പോരാടുക. ഇങ്ങനെയാണ് രാഹുൽ പൂനെയിൽ കൂടിയ വിദ്യാർത്ഥിനികളോട് പറഞ്ഞിരുന്നത്. പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജുകളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യവും രാഹുൽ ഗാന്ധി പൂനെയിൽ ചോദിക്കുകയുണ്ടായി. പെൺകുട്ടികളെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവരെ നിയന്ത്രിക്കുന്ന വഴികൾ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ചോദ്യങ്ങളൊന്ന് കണ്ടുവരാം. Have I got this right or have I got this wrong? The first method of control, violence. Second method of control, disrespect. Time is used against you. And in every single sphere of life, in some way or the other, men and the system is trying to control you, make sure that you do exactly what it wants. Agreed? And very interestingly, this oppression is disguised as concern. We are very concerned about you. That is why we need to control you. Yes? So, let's discuss a little bit about violence. Let's discuss a little bit about violence. ये जो लाइन है, कुछ हो गया तो,
ये आप अपने को बोलती हो, बाहर जाएंगे तो कुछ हो गया तो फैमिली मेंबर्स टेल यू उधर मत जाओ कुछ हो जाएगा, राइट? देयर आर 3 तरीके के कंट्रोल हैं, 3 तरीके की हिंसा है, सॉरी। एक तो डायरेक्ट है, मैंने आपको पहली फोटो दिखाई, उसमें मैंने कहा कि 70 करोड़ journeys are there. First thing to understand is before they are born, पैदा होने से पहले हर साल 4.5 लाख लड़कियों की हत्या होती है। That is the first violence, पहली हिंसा। दूसरी हिंसा हरासमेंट। इस भीड़ में से 80% लड़कियों को कहीं ना कहीं हरास किया गया है, राइट? सड़क पे, बस पे, रेस्टोरेंट में, स्कूल में, कॉलेज में 80% महिलाओं को हरासमेंट किया जाता है। तकरीबन 29% महिलाओं पर फिजिकल वायलेंस होती है। घर में, सड़क पे मारा जाता है, धमकाया जाता है, पीटा जाता है। और फाइनल आंकड़ा अनबिलीवेबल, 100 में से 6 महिलाओं को हिंदुस्तान में रेप किया जाता है। 100 में से 6 महिलाओं को हिंदुस्तान में रेप किया जाता है। ये हुई डायरेक्ट फिजिकल वायलेंस। वायलेंस ऑफ अपॉर्चुनिटी, 50% महिला एजुकेशन या काम को रिजेक्ट करती हैं सेफ्टी के कारण। हिंसा से बचने के लिए 50% महिला एजुकेशन बंद कर देती हैं या फिर जॉब छोड़ देती हैं। और आखिरी फाइनेंशियल हिंसा। क्यों? क्योंकि अगर आप एक महिला हो, एवरेज हिंदुस्तान की महिला को हर साल सेफ्टी पे 17,500 रुपए एक्स्ट्रा, ज्यादा कितना ज्यादा? इसका डबल। तो 3 तरीके की हिंसा है, एक तो डायरेक्ट हिंसा, एक फाइनेंशियल हिंसा और एक अपॉर्चुनिटी के कारण। तो पहला इंट्रैपमेंट है हिंसा। अब आपकी सुनेंगे। വെൽക്കം. സ്ത്രീകളെ നിയന്ത്രിക്കാൻ 4 വഴികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് ആക്രമണം, രണ്ടാമത്തേത് അനാദരവ്, പിന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും വ്യവസ്ഥിതിയും പുരുഷന്മാരും നിങ്ങളെ തങ്ങൾക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ നോക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി വിദ്യാർത്ഥികളോട് സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്കാണ് വരേണ്ടത്. അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കാലത്തിൻ്റെ ഭാഷ സ്ത്രീപക്ഷ ഭാഷയാണ്, ഒപ്പം ആശയവും. ഇതൊക്കെ ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഇതുവരെ നമ്മൾ കാണാത്തത് കൂടിയാണ്. സോഷ്യോളജിസ്റ്റുകളുടെയും സോഷ്യൽ മീഡിയയിലെ ഫെമിനിസ്റ്റ് എഴുത്തുകാരുടെയും ഇടയിൽ മാത്രമായിരുന്നു ഇത്തരം ഭാഷയും ആശയവുമൊക്കെ ഉണ്ടായിരുന്നത്. രാഹുൽ ആ ഭാഷയെ വളരെ സർഗാത്മകമായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക കൂടിയാണ്. BJPക്ക് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന രീതിയിലാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ വിമർശനം എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, അവരെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്ന BJP നേതാക്കളുടെ പ്രസ്താവനകളുടെ സാമ്പിളുകൾ കാണിച്ച് രാഹുൽ വ്യക്തമാക്കിയത് ഇത്തരക്കാർക്ക് ഒരിക്കലും സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല എന്നുകൂടി തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്ഥിരം സമവാക്യങ്ങളിൽ നോക്കിക്കണ്ടവർ കരുതിയത് രാഹുൽ പോലീസ് കേസുകളെക്കുറിച്ചോ രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കുറിച്ചോ മാത്രമായിരിക്കും പൂനെയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. എന്നാൽ രാഹുൽ ആ വിഷയങ്ങളെല്ലാം വിട്ട് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. സാധാരണയായി ഇടത് പാർട്ടികളുടെയും ഫെമിനിസ്റ്റ് സംഘടനകളുടെയും നേതാക്കൾ സംസാരിക്കുന്ന വിഷയങ്ങളെ രാഹുൽ ഗാന്ധി മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. തൻ്റെ പാർട്ടിയിൽ പോലും പതിറ്റാണ്ടുകളായി തുറക്കപ്പെടാത്ത ഒരു വാതിലാണ് രാഹുൽ ഇങ്ങനെ തുറന്നു വയ്ക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്താണ് RSSുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന പ്രധാന വിമർശനം? 60കളിലും 70കളിലും 80കളിലും 90കളിലും 2004 മുതൽ 2014 വരെയുള്ള കോൺഗ്രസ് ഭരണകാലത്ത് RSS ലാഭം കൊയ്യുകയായിരുന്നു, ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു. തങ്ങളുടെ സംഘടനയെയും അതുപോലെ സ്ഥാപനങ്ങളെയും കെട്ടിപ്പടുക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അങ്ങനെ അവർ വളർന്നു എന്ന് പറഞ്ഞാൽ പോരാ, വളർന്ന് പന്തലിച്ചു. ഇതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണെന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇതിലൊരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ടെന്നത് നമുക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതേ കോൺഗ്രസിൻ്റെ യുവ നേതാവ് RSSനെ നേരിട്ട് എതിർക്കാത്തതിൻ്റെ അപകടം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികളുടെ ഏറ്റവും വലിയ കാതലെന്ന് വിലയിരുത്താൻ കഴിയും. കഴിഞ്ഞ പരിപാടിയിൽ രാഹുൽ RSSനെ കുറിച്ച് സംസാരിച്ച രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി शुरुआत में मैंने कहा कि एक माइंडसेट है, मनुस्मृति का माइंडसेट, महिलाओं को दबाने का माइंडसेट। और मैं थोड़ी छोटी सी वीडियो आपको दिखाना चाहता हूं
और फिर इसके बाद आपसे एक सवाल पूछना चाहता हूं। ये 50 करोड़ की गर्लफ्रेंड तो मेरा सवाल है और आपसे सवाल है कि जंतर मंतर में गालियां लड़कों ने भी दी और लड़कियों ने भी दी, बट प्रधानमंत्री कह रहे हैं कि गाली देना कल्चरल शॉक लगा हमें क्योंकि लड़कियों ने गाली दी। लड़के गाली दे तो कोई प्रॉब्लम नहीं है, उनके लिए अलाउड है, मगर अगर लड़की गाली दे तो कल्चरल शॉक है, शोभा नहीं देता। मोहन भागवत जी कहते हैं कि इंडिया में रेप होता है और भारत में रेप नहीं होता है। खट्टर जी कहते हैं कि 80% रेप महिला के कारण होते हैं। तो ये एक माइंडसेट है और ये इस माइंडसेट से लड़ाई चल रही है। माइंडसेट क्या है कि लड़की की एक जगह है, वो पिंजरे में बंद होनी चाहिए, उसका कंट्रोल रहना चाहिए, उसको काम नहीं करना चाहिए और लड़कों को फुल फ्रीडम मिलनी चाहिए। वो जो भी करना चाहे करें, गाली देनी है गाली दें, काम करना है काम करें। ऐसा हिंदुस्तान हम नहीं चाहते। हम न्याय चाहते हैं, सबकी रिस्पेक्ट होनी चाहिए, सबकी रिस्पेक्ट होनी चाहिए, लड़कों की होनी चाहिए, लड़कियों की होनी चाहिए। और ये जो आपके दिल में है, जो डर है, इसको जल्दी से जल्दी मिटा देना चाहिए हमेशा के लिए। तो आइडिया क्या है? ये जो महिलाएं हैं, जो लड़कियां हैं, ये हिंदुस्तान की स्ट्रेंथ है। आप इस देश की फाउंडेशन हो, आप इस देश के फ्यूचर हो। आपको पेट्रियार्की दबाती है, डराती है, धमकाती है, कंट्रोल करती है। मिलकर इस पेट्रियार्की को खत्म करना है। स्मैश द पेट्रियार्की। एंड माय मैसेज टू यू, सिंपल मैसेज, बी लाउड, बी प्राउड and fight for your space in society. തുറന്നു പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപാട് ആളുകൾ ഭീരുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ദയവായി മനസ്സിലാക്കൂ, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു കൂട്ടം തമാശക്കാരോടും കോമാളികളോടുമാണ് പോരാടുന്നതെന്ന് മനസ്സിലാക്കൂ. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നമ്മുടെ തത്വചിന്തയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവർ, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവർ, അവർ ഒരു കൂട്ടം കോമാളികളാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് 3000 വർഷം മുമ്പത്തെ ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇവിടെ ഗൗരവമേറിയ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. RSSും ഹിന്ദുത്വ രാഷ്ട്രീയവും തങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ അടിത്തറ 3000 വർഷം മുമ്പത്തെ ഇന്ത്യയിലാണ് തിരയുന്നത്. അവർക്ക് അഭിമാനിക്കാവുന്ന വസ്തുക്കൾക്കായി അല്ലെങ്കിൽ ആശയങ്ങൾക്കായി അവർ ഇങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആ അടിത്തറയിലെത്തി അവരെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, ദീർഘകാലം രാഹുൽ ഗാന്ധി കേട്ട ആക്ഷേപം വന്നത് ഗൗരവമില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്നാണ്, അതായത് അമൂൽ ബേബി എന്നുള്ളതാണ് കേട്ടുകൊണ്ടിരുന്നത്. അതേ രാഹുലാണ് RSSൻ്റെ ബുദ്ധിപരമായ ഈ ഒരു ടൈം ലൈനിനെ പുതിയ കാലത്തിൻ്റെ, അതായത് ജെൻസിയുടെ വീക്ഷണത്തിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്. ഇതൊരു ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം കൂടിയാണ്. RSS ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭയത്തിൻ്റെ വ്യവസ്ഥയാണ് രാഹുൽ ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നത്. അതായത് രാഹുൽ അവിടെ പൊളിച്ച് വലിച്ചു കീറിയിരിക്കുന്നത്. RSSനെ രാഹുൽ തമാശക്കാരുടെ നിരയിലാണ് നിർത്തി വിമർശിക്കുന്നതെന്നതും നമ്മൾ നോക്കിക്കാണണം. RSSൻ്റെ യഥാർത്ഥ ശക്തി നശിച്ചു എന്നാണ് രാഹുൽ പറയുന്നത്. അവരുടെ ശക്തിയായിരുന്ന മനുഷ്യരെല്ലാം അവർ തന്നെ വഞ്ചിച്ചു.
നോട്ട് നിരോധനം കൊണ്ടുവന്നു, GST കൊണ്ടുവന്നു, സ്വന്തം ആളുകളെ അങ്ങനെ വഞ്ചിച്ച് ഇല്ലാതാക്കിയെന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് RSS വൻകിട മൂലധനത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. മോദി അദാനിയുടെ സേവകരായിരിക്കുന്നത് പോലെ അവരും അദാനിയുടെ സേവകരാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം വലിയ അളവോളം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് രാഹുൽ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. RSS ഇതിന് മറുപടി പറയാൻ ഇറങ്ങാൻ സാധ്യതയുമില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർ രാഹുൽ ഒരുക്കി വച്ചിരിക്കുന്ന ആ ഒരു കെണിയിൽ വന്ന് വീഴുമെന്ന കാര്യം അവർക്കും അറിയാം. RSSനെ തിരശ്ശീലയിൽ നിന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഇറങ്ങിയാൽ പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം 2014 ശേഷം സ്വദേശ് ജാഗരൺ മഞ്ച് പോലുള്ള സംഘാടകർക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് RSS വ്യക്തമാക്കേണ്ടി വരും. അംബാനി അദാനി കുത്തകവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ RSS നിലപാട് പറയേണ്ടി വരും. രാജ്യത്തെ വിമാനത്താവളങ്ങളും ഖനികളും ഒരേ കമ്പനിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇത്തരം കുത്തക കമ്പനികൾ മാധ്യമങ്ങളെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ചും RSSന് മറുപടി പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെ വിമർശിക്കാൻ ഇതുവരെ അംബാനി അദാനി ഫ്രെയിംവർക്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. എന്നാൽ രാഹുൽ ഇപ്പോൾ അതിലേക്ക് RSSനെയും കൂടി കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. RSS മേധാവിയുടെ ചിത്രം വെച്ച് രാഹുൽ RSS നിലപാടുകളെ വിമർശിക്കുന്ന രീതിയിലേക്ക് പുതിയ രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു എന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയിൽ വന്ന പ്രത്യക്ഷമായ ഏറ്റവും മികച്ച മാറ്റമെന്ന് പറയുന്നത്. ഒടുവിലായി പറയാനുള്ളത് രാഹുൽ തൻ്റെ പ്രചരണ പരിപാടികളിൽ വരുത്തിയിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് കൂടിയാണ്. ആരും ഇതുവരെ പറയാൻ ധൈര്യപ്പെടാത്ത രാഷ്ട്രീയ നിലപാടുകളിലേക്ക് രാഹുൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നത് സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം കൂടിയാണ്. രാഹുലിൻ്റെ എല്ലാ പരിപാടികളും സ്ട്രീമിംഗ് വഴി ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോദി മീഡിയ ഇതൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്നും മുഖ്യധാരാ മാധ്യമങ്ങളോ പത്രങ്ങളോ ഇത് അഡ്രസ്സ് ചെയ്യാൻ പോലും പോകുന്നില്ല എന്നും അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ താൻ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് നടത്തി മില്യൺ കണക്കിന് ആളുകളിലേക്ക് രാഹുൽ ഗാന്ധി ഇത് എത്തിക്കുക കൂടിയാണ്. ഇൻസ്റ്റാഗ്രാം പോലുള്ള പുതിയ തലമുറ മീഡിയകളിലും രാഹുലിൻ്റെ പരിപാടിയുടെ ക്ലിപ്പിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വ്യൂവേഴ്സിനെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്, വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വലിയ തോതിൽ ഫോളോവേഴ്സിനെയാണ് രാഹുൽ ഇപ്പോഴിതാ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, നേടിയെടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഡിജിറ്റൽ ഇടങ്ങൾ ഭരണവിരുദ്ധ റീൽസുകളുടെയും മീമുകളുടെയും വ്യാപകമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് IT സെൽ ഈ സാഹചര്യം കൃത്യമായി ഉപയോഗിക്കുകയും അവരുടെ ഡിജിറ്റൽ റീച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അത്തരം വീഡിയോകൾക്ക് നേരെ വലിയ രീതിയിലുള്ള സെൻസർഷിപ്പും അക്കൗണ്ട് പൊട്ടിക്കലുമൊക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ശക്തമായി പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്തു. BJP IT സെല്ലിന് വലിയ രീതിയിൽ പരാജയം സംഭവിച്ചതും കോൺഗ്രസ് ഹാൻഡിലുകൾക്ക് ഗുണമായി മാറുകയും ചെയ്തു. രാഹുൽ ഗാന്ധി അതിനെ കൃത്യമായി ഉപയോഗിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന വലിയ രാഷ്ട്രീയ നിലപാടുകൾ പുതിയ കാലത്തിൻ്റെ പ്രതീക്ഷ കൂടിയാണ്. BJPയുടെ അടിസ്ഥാന ശക്തിയായ RSSനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് രാഹുൽ ആ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരം കൂടിയാണ് പൊതുമധ്യത്തിലേക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയായ ജെൻസിക്ക് മുന്നിലേക്ക് ചർച്ചയായി എത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന കാര്യം അത് മറ്റൊരു കാര്യമാണ്. അതിനപ്പുറം ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന് വലിയ മുതൽക്കൂട്ടാണ് രാഹുലിൻ്റെ ഇത്തരം നീക്കങ്ങളെന്ന് എടുത്തു പറയേണ്ടി വരും.